ഇത് നല്ലൊരു നാടൻ ഇഡ്ഡലിപ്പൊടി റെസിപ്പിയാണ് കേട്ടോ, ഞങ്ങളുടെ പാലക്കാടിൻ്റെ സ്വന്തം ഇഡ്ഡലിപ്പൊടി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. അതിനുശേഷം നമ്മൾ അതേ പാനിലേക്ക് ഒരു 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ട് അതുകൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കാം, കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ വറ്റൽമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ചേർക്കുക കേട്ടോ. ഇനി നമ്മൾ അതേ കടായിലേക്ക് 1 സ്പൂൺ കുരുമുളകും 1/2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കല്ലുപ്പ് ചേർത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടക്കായോ ആണെങ്കിൽ നിങ്ങൾ എണ്ണയിലൊന്ന് വറുത്തെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഡ്ഡലിപ്പൊടി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.